യെസ്, ലൈവ് റിപ്പോർട്ട്സ് ആദ്യം പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ പാനൂരിൽ വടിവാളാക്രമണം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായി. പാറാട് സ്വദേശികളായ അമൽ, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. രാമന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത സംഭവത്തിലും പയ്യന്നൂരിൽ UDF ഓഫീസിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ അഥവാ പാനൂരിൽ കേരളത്തിലുടനീളമുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ അക്രമ സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതിൽ പ്രതിസ്ഥാനം നിൽക്കുന്നത് CPM ആണ്. അതിലേറ്റവും ഭീതി പടർത്തിയൊരു സംഭവമായിരുന്നു പാനൂരിലേത്, വടിവാളുമായി നടത്തിയ അക്രമം. ആ സംഭവത്തിൽ ഇപ്പോൾ പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദവിവരങ്ങൾ. അമല, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് കണ്ണൂർ പാറാട് CPMകാരും യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും CPM പ്രവർത്തകർ വടിവാളുമായി പ്രദേശത്ത് പ്രകടനം നടത്തുകയും വീടുകളിൽ കയറി ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല വാഹനങ്ങളടക്കം ഈ വടിവാൾ ഉപയോഗിച്ച് തകർക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ സംഭവം സംസ്ഥാനമൊട്ടാകെ വലിയ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിലെ പ്രതികളിൽ ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPM പ്രവർത്തകരായ പാറാട് സ്വദേശികൾ അമല്, ശ്രീജു, ജീവൻ, റെനീഷ്, സച്ചിൻ എന്നീ CPM പ്രവർത്തകരാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഈ ആക്രമണ സംഭവത്തിൽ ഇവർ മുന്നിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം പലയിടത്തും വലിയ അക്രമ സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പയ്യന്നൂരിൽ ഗാന്ധി പ്രതിമ തകർക്കുന്ന സാഹചര്യമുണ്ടായി. ആ കേസിലും അതുപോലെ തന്നെ BJP പ്രവർത്തകരുടെ വീടിന് മുമ്പിൽ റീത്ത് കൊണ്ടുവച്ച സംഭവത്തിലും UDFന്റെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിലും ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിനെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കണ്ണൂർക്കരയിലും സമാനമായ രീതിയിൽ BJP പ്രവർത്തകനായ റോഷിത്തിന്റെ ഓട്ടോറിക്ഷ CPMകാർ പുലർച്ചെ വന്ന് അടിച്ച് തകർക്കുകയുണ്ടായി. ഈ സംഭവത്തിലും പോലീസിന് ഇതുവരെ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ അക്രമ സംഭവങ്ങൾ നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കാത്ത പോലീസ് നടപടിക്കെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അമൽ, ഇതിനെ അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ CPMന്റെ ഇത്തരത്തിലൊരു ആക്രമണങ്ങൾ പതിവാവുകയാണ് പലയിടത്തും. തെരഞ്ഞെടുപ്പിലേറ്റ ഫലം അത് ജനങ്ങൾ CPMനെതിരെ തിരിഞ്ഞു എന്നൊരു വസ്തുതയുണ്ട്. ആ വസ്തുത മനസ്സിലാക്കാൻ അല്ലെങ്കിൽ സമ്മതിച്ചു തരാൻ ഒരു CPMനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു തരത്തിലേക്കല്ലേ ഇപ്പം ഇനിയും ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? തീർച്ചയായും ഇന്നലെ രാത്രിയും നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ പലയിടത്തും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ഇരട്ടി വട്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ BJP സ്ഥാനാർത്ഥിയുടെ ബൂത്ത് ഏജന്റായിരുന്ന സുനിൽകുമാറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും വീട്ടിൽ കയറി CPMകാർ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരിപ്പോൾ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അതായത് അവരുടെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിയുകയും അത് സ്ഫോടക വസ്തു എറിയുന്നത് കണ്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുനിൽകുമാറിനെയും ഭാര്യയെയും CPMകാർ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. മാത്രമല്ല സുനിൽകുമാറിൻ്റെ മൊബൈൽ അവർ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതിനിടെ ഈ സ്ഫോടക വസ്തു സുനിൽകുമാറിൻ്റെ വീടിന് നേരെ എറിയുന്ന സമയത്ത് അത് CPM പ്രവർത്തകൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുകയും അയാൾക്കും പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ നിരവധി ഇടങ്ങളിലാണ് CPMകാർ വ്യാപക അക്രമം അഴിച്ചുവിട്ടത്. അമൽ, യെസ്, കണ്ണൂർ പാനൂരിൽ വടിവാളാക്രമണം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.